പപ്പ നാളെ പട്ടാള വേഷത്തിലാ വരാ. നിനക്ക് എന്തൊക്കെയാ അറിയണ്ടേ? രാവിലെ നേരത്തെ എണീക്കണ്ടേ? വേഗം ഉറങ്ങിക്കേ. ഉറക്കം വരുന്നല്ലോ മമ്മ. ഹായ് ഫ്രണ്ട്സ്, സി പി ഹിയർ. സി പി വ്ളോഗ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണഗതിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറ്. നിങ്ങൾക്കറിയാം, ഇതിന് മുമ്പുള്ള പോസ്റ്റുകൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതെല്ലാം വളരെ സാമൂഹികപരമായിട്ട് ശ്രദ്ധ കിട്ടേണ്ട വിഷയങ്ങളിലാണ്. അതുപോലെ തന്നെ ഇതിന് തൊട്ടു മുമ്പത്തെ ഒരു വീഡിയോ ഷക്കീല എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്തത്. അത് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിലെ ഒരു പറ്റം ആൾക്കാരെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ ഒരു പ്രത്യേക പേരുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചർച്ച ചെയ്ത ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. ഒരുപാട് പേര് കണ്ട് വൈറലായ ഒരു ഷോർട്ട് ഫിലിമാണ് ഷക്കീല എന്ന ഷോർട്ട് ഫിലിം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാനുണ്ടായ കാരണം അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങളെല്ലാവരും അതിനെ സഹായിച്ചു. നമ്മുടെ ചാനലിൽ മാക്സിമം വ്യൂസ് തന്നെ കിട്ടി. എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയാണ്, അല്ലെങ്കിൽ അതിന്റെ അണിയറ കഥകളെ പറ്റിയാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ അതിന്റെ ഏറ്റവും അതിന്റെ തുടക്കക്കാരനും അല്ലെങ്കിൽ അതിന്റെ സൂത്രധാരനുമായിട്ടുള്ള മിസ്റ്റർ സനോജ് വാസുദേവ് നമ്മളുടെ കൂടെ ഉണ്ട് ഇന്ന്. അപ്പോൾ അദ്ദേഹവുമായിട്ട് നമുക്ക് ജൂഡ് എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിമിന്റെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തനങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അത് ഇന്നത്തെ അതിന്റെ പ്രസക്തി എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്താം. നമുക്ക് മിസ്റ്റർ സനോജ് വാസുദേവിനെ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. താങ്ക് യു സനോജ്. ജൂഡ് എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം അതിലേക്ക് താങ്കൾ എത്തിപ്പെടാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ആ ഒരു തോട്ട് എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ രൂപപ്പെട്ടത്? ജൂഡ് എന്നുള്ള ഫിലിം നമ്മൾ ടൈറ്റിൽ ഇടുന്നത് കുറച്ച് ഡിലേ വന്നത്. ടൈറ്റിൽ അല്ല പ്രസക്തി. ഈ ഫിലിമിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ ബാക്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 97 സ്ക്രിപ്റ്റ്, അത്രയും പഴക്കമുണ്ട്. 97 സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ ആശയത്തിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല. പണക്കാരോ അല്ലെങ്കിൽ അവരുടെ ഈ സ്റ്റോറികളല്ല ഒന്നാണ്. പക്ഷെ എഴുത്ത് തുടങ്ങി അത് ഫിൽട്ടർ ചെയ്ത് 2019 നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എന്നെ സംബന്ധിച്ചോളം ആ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. രണ്ട്, എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടാവുന്നില്ല. ആശയം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരിക്കൽ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ വേഷത്തിൽ മറ്റേ പ്രോസസ്സിൽ വരുന്നത്. ഇപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നൊക്കെ പല പ്രമുഖ വ്യക്തികളുടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ കോളുകൾ എനിക്ക് അതിന് ബേസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അതിലുപരിയുള്ള സന്തോഷം ഇതൊന്നുമല്ല. എനിക്കിത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. എനിക്ക് ജനങ്ങളെ കാണിക്കാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ. ഒരു ഉത്തരവാദിത്വം ഓരോ ഇന്ത്യൻ അല്ലെങ്കിൽ ഓരോ പേഴ്സൺ, സിറ്റിസൺ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഓരോരുത്തർക്കുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാരണം അവരുള്ളതുകൊണ്ടാണല്ലോ. തീർച്ചയായും നമ്മളിവിടെ സുഖമായിട്ട് ഉറങ്ങുന്നതിന്റെ കാരണം ഈ പട്ടാളക്കാരാണ്. തീർച്ചയായും. അപ്പോ ഇങ്ങനെ ഒരു ഇത്രയും നല്ല ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും, അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും എത്തിപ്പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് ഫാക്ടേഴ്സ് അതിന് പിന്നിലുണ്ട്. അങ്ങനെ ഏത് രീതിയിലാണ് ഈ സിനിമ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്? അല്ലെങ്കിൽ ഇതിന് പാരമ്പര്യമായിട്ട് താങ്കളുടെ കുടുംബപരമായിട്ട്
ഈ ഫിലിം മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ്? ഇല്ല, അങ്ങനെയുള്ള ആളില്ല. പക്ഷെ ഞാൻ ആ സിനിമ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അല്ല. എന്റെ മനസ്സിലുണ്ടാകുന്ന ഈ സ്ക്രിപ്റ്റ്, ഈ ഒരു സബ്ജക്ട് എനിക്ക് ചെയ്യണം. അതിപ്പോ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ എനിക്ക് കഴിയില്ല. അതോ അല്ലാതെ ഒത്തു വന്നു എന്നുള്ളതാണ്. അല്ലാതെ അതിപ്പോ സിനിമ മേഖലയിൽ കടക്കാൻ വേണ്ടി ചെയ്ത ഒരു മെക്കാനിസം ഒന്നും അല്ല. ഈ ഒരു തോട്ട് എന്റെ മനസ്സിൽ കയറിയിട്ട് ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇതിനെ എന്തെങ്കിലും ഒരിക്കൽ അത് ചെയ്യണം ഉള്ള അതീവമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്നെ കൊണ്ടെത്തിച്ചത്. അപ്പൊ സാഹചര്യങ്ങൾ എനിക്ക് ഒത്തു വന്നു എന്നുള്ളതാണ് പിന്നീട്. കാരണം ആ ഇന്റൻഷൻ കറക്റ്റ് ആയപ്പോ ഷിജി എം ഭാസ്കർ എന്ന് പറഞ്ഞ ക്യാമറമാൻ അത് വരികയും അവനെ ഒരുപാട് കൊല്ലത്തെ പരിചയം വരികയും ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായോ സ്റ്റെപ്പായിട്ട് നമുക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോ ഓക്കെ അങ്ങനെ ചെയ്തു. പക്ഷെ എങ്കിലും ഒരു തുടക്കക്കാരനെ കിട്ടുന്നതിന്റെ ഏറ്റവും മാക്സിമം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പൊ അതിലെ ആക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ മേജർ രവി സാർ, അദ്ദേഹം മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടാളക്കാരൻ എന്താണെന്ന് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മേജർ രവി സാറിനെ നമുക്ക് ഈ ജൂഡില് നമുക്കൊരു മെയിൻ റോള് നമുക്ക് കിട്ടുക എന്നുള്ള പറയുന്നത് ഒരു തുടക്കാരൻ നിലയിൽ എങ്ങനെയാണ് അതിലേക്ക് അപ്രോച്ചുകൾ, എങ്ങനെ എത്തിപ്പെട്ടതാണ്, എങ്ങനെയാണ് ആ ചാനൽ കിട്ടണ്ടേ, ആ ലിങ്ക് കിട്ടണ്ടേ, അതെങ്ങനെയാണ്? മേജർ രവി സാറിലേക്ക് എത്തുന്നത് ആക്ച്വലി ഞങ്ങൾ ഇതിന്റെ ഓഡീഷനൊക്കെ നമ്മൾ കഴിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനൊരു വ്യക്തിയെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചത് പട്ടാള വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യനെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഡിസ്കഷനിൽ എനിക്ക് അപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും വെച്ച് ചെയ്യാനുള്ള ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതിന് ഈ വേഷത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു, ഈ ക്യാരക്ടറിന് പ്രാധാന്യം ഉണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോമൺ ഡിസ്കഷനാണ് ഷിജി എം ഭാസ്കറാണ് ഞങ്ങൾ പറയുന്നത്, നമുക്ക് ഈ വേഷത്തില് മേജർ രവിനെ അപ്രോച്ച് ചെയ്താണ്. പക്ഷെ ആക്ച്വലി ഞാൻ മേജർ രവി സാറിനെ ഞാൻ മുന്നേ വിളിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. അതായത് ചില ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ഞാൻ പുള്ളിനെ വിളിക്കണ്ടായി, ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴല്ല, അത് 2 കൊല്ലം ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി അതിനെ എനിക്ക് കുറച്ചുള്ള സജഷൻസ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. മേജർ രവിനെ പക്ഷെ ഒരിക്കലും മേജർ രവി സാറിന് എനിക്ക് പ്ലാൻ ചെയ്യണമെന്നല്ല, അദ്ദേഹം വരുമെന്ന് എനിക്ക് അറിയില്ല. ഷിജു അങ്ങനെ പറഞ്ഞപ്പോ എന്താ എനിക്ക് തോന്നിയിരുന്ന ശരി ഓക്കെ കണ്ടല്ലേ, അപ്പൊ എങ്ങനെയാണ് പുള്ളിക്ക് എത്തുക. അങ്ങനെ ആ ഓട്ടത്തിന്റെ ഇടയിലാണ് അഫ്സലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ പുള്ളി മുഖത്തിലാണ് മേജർ രവി സാറിന് എനിക്ക് നമ്പർ കിട്ടുന്നു, പുള്ളിയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കും. അങ്ങനെയാണ് മേജർ രവി സാറിലേക്ക് അപ്രോച്ച് ഉണ്ടാകും. നോക്കിയൊക്കെ സംസാരിക്കാം, സ്ക്രിപ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാമോ മിനിമം എന്നുള്ള ആശയത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പോയി കാണുന്നത്. അപ്പോ മേജർ രവി സാറിലേക്ക് ഇവരൊക്കെ ത്രൂ എത്തി. പക്ഷെ സ്ക്രിപ്റ്റ് സംസാരിക്കുക അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ്, ഇപ്പൊ നമ്മൾ പലരും പല സിനിമകളെ പറ്റി നമ്മൾ പല ആക്ടേഴ്സിന്റെ അടുത്തും എല്ലാ കാര്യത്തൊക്കെ സംസാരിക്കും. പക്ഷെ നോർമലി ഇതൊന്നും നടക്കാറില്ല. അപ്പൊ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരനെ ഇതിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുവരേണ്ട ഏതൊരു മൊമെന്റിലാണ്? അത് എന്താണെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ സ്ക്രിപ്റ്റ് കൺസൾട്ട് ചെയ്യാന്നുള്ള യാചനയാണ് ഞാൻ ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ ഞാൻ ചെന്നു, കാലത്ത് തന്നെ ചെന്നു, പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോ എന്റെ ഉള്ളിൽ പുള്ളി ഇത് ചെയ്യണം എന്നുള്ള ഐഡിയ. അങ്ങനെ പുള്ളി സ്ക്രിപ്റ്റ് വായിക്കാൻ എനിക്കൊരു സ്പേസ് തന്നു. അപ്പൊ സത്യത്തിൽ പേടിയുണ്ട്, എത്ര വലിയൊരു മനുഷ്യനെ വലിയ സ്ക്രിപ്റ്റ് പറയുന്നാൽ അത് അത്ര വലിയൊരു ഈസി അല്ല, ടാസ്ക് അല്ലാതെ എനിക്കറിയാം. കാരണം വെള്ളമൊക്കെ ഇരിക്കുന്നതിന് കുടിക്കാനും ചോദിക്കാനും എനിക്ക് പേടിയാ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങുകയാണ്. പിന്നെ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. ആ സ്ക്രിപ്റ്റ് ഇത് എങ്ങനെയാവും, ഇതെങ്ങനെയാണോ സ്ക്രിപ്റ്റ് എന്ന് പോലും എനിക്കറിയില്ല. മനസ്സിലായോ? അപ്പൊ സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞപ്പോ ചില ഏരിയയില് ഞാൻ പുള്ളിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ചില ഏരിയ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇമോഷണൽ സീൻസ് ഒക്കെ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ പുള്ളിയിലേക്ക് എത്തി എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കണ്ടേ. അപ്പൊ പുള്ളി ചില ഏരിയയിൽ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു, ചില ഏരിയയിൽ പുള്ളി ഭയങ്കരമായിട്ട് ഇതിനെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ഏൽക്കുന്നുണ്ട് നിനക്ക്. കാരണം പ്രത്യേകിച്ച് ആള് ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ആൾക്കിത് വളരെ പെട്ടെന്ന് എഫക്ട് ആവും. കാരണം ആൾക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് ചോദ്യം ചോദിച്ചു, ഈ വേഷം ആരാ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട്, ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല. സാറിന് ചെയ്യാൻ കഴിഞ്ഞാൽ ബെറ്റർ ആണ്. പക്ഷെ എന്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല.
ഒന്നില്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക മാത്രമേ ഞാനത് ചെയ്യാം എന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. ശരിക്കും ഞാൻ ബ്ലാങ്ക് ലോട്ടറി എന്ന് വരി ഞാൻ ബ്ലാങ്ക് ഔട്ടായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളി ഇത് ഇങ്ങോട്ട് പറയുന്നത് പുള്ളി ചെയ്യാന്നുള്ളത്. ഞാൻ കേൾക്കുന്ന സത്യമാണോ എന്ന് പോലും ഞാൻ സത്യത്തിൽ ഒരു നിമിഷം ഭയങ്കരമായിട്ട് അയക്കാൻ പോയി. പിന്നെയും ചോദിക്കുന്നത് പുള്ളിയോട് ഞാൻ ചെയ്യാം, കുഴപ്പമില്ല, ക്ലിയർ ആയി. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് പുള്ളി എൻ്റർ ആവുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് ഒക്കെ പിന്നെ ഓഡിഷൻ വഴിയാണോ എടുത്തത് അതോ നമ്മുടെ ഓഡിഷൻ വഴി? പക്ഷെ അന്ന് ഇതിൽ ഏറ്റവും മേജർ രവി സാറിന്റെ പോലെ തന്നെ ഏറ്റവും പ്രധാനം അറിയിക്കുന്ന റോളാണ് പയ്യൻ ചെയ്തത്. അമ്പാടി എന്നാണ് അവന്റെ പേര്. അതെ, ആ കുട്ടിയെ പ്രത്യേകം അമ്പാടി. പക്ഷെ ഈ പയ്യനെ കിട്ടാൻ വേണ്ടി 50ഓളം പേരെ നമ്മൾ ഓഡിഷൻ ചെയ്തു. 50ഓളം പേരെ ഓഡിഷൻ ചെയ്തിട്ടും ഒരു പയ്യന്മാരെ പോലും ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം പിള്ളേരാണ്, നമ്മൾ പറഞ്ഞ വരെ അവരെ ആക്ട് ചെയ്യില്ല, അവർക്ക് അവരത് ഇഷ്ടമാണ്, നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു രക്ഷയില്ല. മേജർ ചോദിച്ചൊരു ചോദ്യമാണ് തന്നെയായിരുന്നു പയ്യനെ കിട്ടിയെന്നുള്ള. ആ നേരത്തെ പയ്യനില്ല. എപ്പോഴാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് പുള്ളി ചോദിച്ചു. ഉടനെ ഉണ്ടോ ചോദിച്ചപ്പോ ഉടനെ ഉണ്ടോ. അപ്പൊ ഡേറ്റ് എനിക്ക് പറയാൻ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പയ്യനെ കിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വില്ലേജ് ഡയറി എന്ന് പറയുന്ന ഒരു ഐസ്ക്രീമിന്റെ ആഡ് ഞാൻ ടിവിയിൽ കാണും. അതിന് ഈ ആഡ് ചെയ്തിട്ടുള്ളത് മയൂര ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരിലുള്ളൊരു മേക്കിംഗ് കമ്പനി. അവരെ ഫോൺ നമ്പർ എടുത്ത് ഞാൻ കണക്ട് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് അമ്പാടിനെ കിട്ടുന്നത്. ഞാൻ അതിലേക്ക് അവനെ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ മറ്റു കാസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ പല ആൾക്കാരെ അനുഭവത്തിൽ നിന്നൊക്കെ ആയിട്ട് പരിചയത്തിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ അല്ല, എല്ലാവരും നമ്മള് ഓഡിഷൻ ചെയ്തെടുത്തിട്ടുള്ള സംശയം. പിന്നെ അവിടെ ആഡ് ഓൺ ആയിട്ടുള്ള കുറെ ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പൊ മേജർ രവി സാറിനെ അപ്രോച്ച് ചെയ്തു, അദ്ദേഹം ഇതിനകത്ത് ഓക്കെ പറഞ്ഞു, അദ്ദേഹം വന്നു. ഷൂട്ട് നടക്കുന്നത് വാഗമൺ അല്ലെങ്കിൽ പീരുമേട്. അപ്പൊ അത്തരമൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, വലിയൊരു ഡയറക്ടറാണ് അദ്ദേഹം. ആർട്ടിസ്റ്റിനപ്പുറത്ത് വലിയൊരു ഡയറക്ടറാണ്. അതിനപ്പുറത്ത് അദ്ദേഹം ഒരു വലിയൊരു പിന്നെ പബ്ലിക് സർവന്റ് ആയിരുന്നു കുറെ കാലം. അപ്പൊ അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തെ മാനേജ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടായി ആക്ച്വലി സൈറ്റില്? ഞാൻ അതായത് പുള്ളി ഒരു ജവാനാണ്, സോൾജറാണ്. അപ്പൊ പുള്ളിക്ക് കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, ഡിസിപ്ലിൻഡ് ആണ്. പിന്നെ അത് കറക്റ്റ് ടൈമിൽ എത്തുക, സെറ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. 11:30 സെറ്റിൽ എത്തുന്ന പറഞ്ഞാൽ അത് 11:30 ലാൻഡ് ചെയ്യണം അവിടെ. നമ്മൾ ഷൂട്ടുകൂടെ എടുത്തിട്ടില്ല. പുള്ളിനെ അക്കോമഡേറ്റ് ചെയ്ത് കറക്റ്റ് 3 മണിക്ക് സാറ് വന്നാൽ മതി. 3 മണിക്ക് ഞാൻ വിളിക്കാട്ടോ, ഷൂട്ട് ആരംഭിക്കും. 3 മണിയായിട്ട് ഇവർ എന്നെ കോൾ ചെയ്യാം. ആളിങ്ങനെ വിളിച്ചു, എന്തായി ഷൂട്ട് എന്തായി? അപ്പൊ ഇവിടെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഭാഗം കഴിഞ്ഞില്ല, പുള്ളിക്കാരന്റെ ഭാഗം എടുക്കാനായിട്ടുള്ള കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനൊരു എന്റെ ഒരു ധൈര്യമാണ്, ഞാൻ പറയാണ് സാറ് കാര്യം ചെയ്തോ, അവിടെ നിന്ന് 20 മിനിറ്റ് വേണം ട്രാവൽ ചെയ്യുന്നത്. സാർ അവിടെ 3 മണിക്ക് ഷാർപ്പ് പുറപ്പെട്ടോട്ടോ, അല്ലാതെ അതിന്റെ അവിടെ ഷൂട്ട് തീർക്കളഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കൊരു പേടിയുള്ളത് കഴിയില്ല എന്നാണ്. പക്ഷെ പുള്ളി വരുമ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി സെറ്റിലെത്തിയപ്പോ പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ പുള്ളി വന്നു. പിന്നെ ഒന്ന് ആലോചിച്ചു, 4 മണിക്കൂർ വേണം പുള്ളി താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ട് പീരുമേട് ലൊക്കേഷനിലാണ്. അത് ലൊക്കേഷനിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് രാത്രി തിരിച്ചു പോവുക. തിരിച്ചു അത് വലിയൊരു ടാസ്കാ. അപ്പൊ അങ്ങനെ ഒരു എല്ലാം ത്യജിക്കുക എന്ന് പറയുന്നത് പുള്ളിക്ക് രാജ്യസ്നേഹം ഉള്ളതാണ്. തീർച്ചയായിട്ടും. കാര്യം ആ ഒരു ടോപ്പിക്, ആ സബ്ജക്ട് അതാണ്. അല്ലാതെ പുള്ളി ഇതിന് വന്നിട്ട് വലിയ പൈസ മേടിക്കാൻ അല്ലെങ്കിൽ ഇതിൽ വന്നിട്ട് അദ്ദേഹം ഒന്നും നേടാനൊന്നുമില്ല. ഞാൻ ആ പോയിന്റിലേക്ക് ആക്ച്വലി എത്ര റെമ്യൂണറേഷൻ ഉപരി എനിക്ക് പറയാനുള്ള ഇതാണ്. ഏത് പുള്ളി എടുത്ത ത്യാഗമാണ്. പുള്ളി അങ്ങനെയൊന്നും ഇല്ല. പുള്ളി ഡിമാൻഡുകളോ ഒന്നും തന്നെ ഇല്ല. ഒരു കാര്യം പോലും എന്നോട് ആവശ്യപ്പെട്ടില്ല, ഒന്നുമില്ല. ആ സബ്ജക്ട് ആയിരിക്കാം. അല്ലാതെ ഒരു പുതുമുഖ ഡയറക്ടർ സനോജ് വാസ്തവ സംവിധാനം ചെയ്യുന്ന ഇവന്റെ പടത്തിൽ അഭിനയിക്കാൻ പുള്ളിക്ക് ആ സബ്ജക്റ്റിൽ ഓക്കെ ഉണ്ടോ, മനസ്സിലായില്ലോ? ആ സബ്ജക്ട് എനിക്ക് ചിലപ്പോൾ പുള്ളിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയോ, ആ സബ്ജക്ട് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയോ. എന്നെ സംബന്ധിച്ചോളം പുള്ളി വന്നപ്പോഴാണ് എനിക്ക് മൈൻഡ്. കാരണം ആ സബ്ജക്ട് ആയത്, ആ പ്രൊഡക്റ്റ് ഉണ്ടായത് മേജർ പോലെയുള്ള ഒരു വലിയ ആ ഫിഗർ അവിടെ വന്നോണ്ടാ. വേറെ ആളിപ്പോ ഞാൻ എടുത്ത് നോക്കുകയാണ്. ആ ഭാഗത്ത് പുള്ളി അല്ലായിരുന്നെങ്കിൽ
നത്തിങ്, സീറോ ഒന്നുമില്ല അല്ലേ? അപ്പൊ പൂർണ്ണത വരിക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇന്റൻഷൻ ഒന്നാകുമ്പോഴാണ്. അല്ല, അത് പിന്നെ നമുക്കറിയാലോ, നമ്മുടെ ആഗ്രഹം വലുതാകുമ്പോ അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ പിടിച്ചാൽ കൂടിച്ചേരും. പലപ്പോഴും സാധാരണ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഒരു ഡ്രീം നമുക്കുണ്ടെങ്കിൽ ആ ഡ്രീമിനെ ഹോൾഡ് ചെയ്താൽ അത് വിട്ടുപോരുത്. നാളെ അപ്പൊ കുറെ കാലം ഞാൻ കൊണ്ടുവരുന്നില്ലേ, ഇനി വേണ്ട വേറെ ഡ്രീം എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഡ്രീം നമുക്ക് ഉണ്ടാവും, സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. അത് ഒരിക്കലും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിന് തെളിവാണ് ഈ ഷോപ്പിൽ. 97 വെച്ച സബ്ജക്ട് അന്ന് ഇങ്ങനെയൊന്നല്ലായിരുന്നു സബ്ജക്ട്. ഞാൻ ഈ സബ്ജക്ട് വരാൻ കാരണം എന്റെ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്തൊരു മിലിറ്ററിക്കാരുണ്ടാവും. അവര് വരിക, അവര് അങ്ങോട്ട് വരുന്നതൊക്കെ ഒരു മിലിറ്ററി വേഷത്തിലാണ്. നമുക്ക് ചിലപ്പോൾ ഉപ്പിയും കൂടി ഇടും. നമുക്ക് അന്നൊക്കെ വലിയ ഒരു ട്രങ്ക് വെട്ടിയില്ലാൻ വേണ്ടി ഇവര് വരുന്നത് ആ വേഷത്തിൽ. എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്? വേറെ എന്തെങ്കിലും വേഷം ഇട്ട് വന്നത്. പക്ഷെ രാജ്യത്തിനോട് അവര് അത്രയും റെസ്പെക്ട് ആണെന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഒരു ക്രെഡിറ്റ് ആണ് അവർക്ക് പട്ടാളം അഭിമാനമാണ്. അതുകൊണ്ടാണ് അവർ വേഷം ഇട്ടത്. ഞാൻ കാണാറുണ്ട് പലപ്പോഴും. പക്ഷെ അതേമാതിരി തന്നെ പുള്ളി വന്ന് ചിലപ്പോ 10-20 ദിവസം റെസ്റ്റ് ചെയ്യാൻ വരുമോ, പിറ്റേ ദിവസം തിരിച്ചു പോയിട്ടുള്ള ചരിത്രങ്ങൾ ഞാൻ കണ്ടു. ടെലിഗ്രാം വരുമ്പോ ബാക്ക് പറയുമ്പോൾ പുള്ളി ഫോണിൽ വരും. അതും കണ്ടിട്ടുണ്ട്. അപ്പൊ പക്ഷെ പുള്ളിയുടെ മക്കളെയും പുള്ളിയുടെ ഫാമിലിയിലേക്ക് പുള്ളി അത്ര ഒരു ബോണ്ടിങ് ആയിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് തോട്ട് കയറുന്നത്, ഇങ്ങനെ ഒരു സബ്ജക്ട് കയറി. അപ്പൊ അവിടെ 97 കയറി അത് എഴുതി, കുറേശ്ശെ എഴുതും, കട്ട് ചെയ്യും. അങ്ങനെ എത്രയോ തവണ സ്ക്രിപ്റ്റ് മാറ്റിയിട്ടുണ്ട്, എത്രയോ തവണ കാര്യങ്ങൾ ചേഞ്ച് ആക്കി. നമ്മൾ തന്നെ ഡിസ്കസ് അറിയാലോ. ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മള് ഇതിലേക്ക് ഫൈനലൈസ് ചെയ്തത്. ഇതിന്റെ ഷൂട്ടിന്റെ ഒരാഴ്ച മുന്നേ നമ്മളൊരു പോർഷൻ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഷൂട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം അത് ചേരില്ല എന്ന് മനസ്സിലായപ്പോൾ അത് കട്ട് ചെയ്ത് വന്നു. അത്ര റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ കട്ട് ചെയ്ത് വന്നു. പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോംപ്രമൈസും തയ്യാറായില്ല എന്നുള്ളത് അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കാണുന്നത്. എല്ലാവരും കിട്ടുന്ന അപ്രീസിയേഷൻ അതിന്റെ ഭാഗം തന്നെയാണ്. സന്തോഷം ഉണ്ടാകുകയാണ്. ഇപ്പൊ ജൂഡ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനെ പറ്റി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇതിൽ നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ടെക്നീഷ്യന്മാരുടെ ഒരു പെർഫെക്ഷൻ ആണ്. കാരണം ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം സൂപ്പർ ആയിട്ടുണ്ട്. അതായത് അത് ക്യാമറമാനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിന്റെ ക്യാമറ ഷിജു എം ഭാസ്കറാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അതായത് വിജയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ. അതിനുശേഷം പുള്ളി 1-2 ഫിലിമുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഷിജുവിന്റെ പ്രത്യേകത, ഷിജുവിനെ ഞാൻ ഹോൾഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാനൊരു ഫ്രെയിം അവനോട് സംസാരിച്ചാൽ, ഒരു സീൻ സംസാരിച്ചാൽ അതിൽ ഇന്ന വേണം, എനിക്ക് ഇങ്ങനെ കിട്ടണം, അതിന്റെ ഔട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അവൻ ആ ഫ്രെയിം വയ്ക്കും. അതിൽ എത്ര കട്ട് ഷോട്ടുകൾ വേണം, ഏതൊക്കെ ഷോട്ടുകൾ പ്ലാൻ ചെയ്യണം. പിന്നെ കാണുമ്പോൾ എനിക്ക് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാറില്ല. പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഒരു കെമിസ്ട്രി ഉണ്ട് ഞാൻ അതുകൊണ്ട്. ഞാൻ അത് 100% പുള്ളിയുടെ ഓരോ വർക്കുകളും നമ്മൾ എടുത്തു നോക്കിയാൽ അത്രയും കഴിവുള്ളൊരു ഒരു ടെക്നീഷ്യനാണ്, ക്യാമറമാനാണ് ഷിജു. പിന്നെ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ സുഗീഷിന് ഒരു പടം വരാൻ വേണ്ടിയപ്പോൾ നല്ല കഴിവുള്ള പിന്നെ നല്ല കഴിവുള്ള ഒരു ടെക്നീഷ്യനാണ്. അസോസിയേറ്റ് ഡയറക്ടറാണ് എൻ്റെ വലങ്കൈ ഉണ്ടാവുന്നത്. പിന്നെ ക്യാമറ അസിസ്റ്റൻസ്. ജൂഡ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമില് എത്തി. കാസ്റ്റിംഗ് എല്ലാം ഓഡിഷൻ വഴിയെല്ലാം എടുത്തു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യം പറഞ്ഞത് അതിന്റെ ലൊക്കേഷൻ. വണ്ടർഫുൾ ലൊക്കേഷൻ. എവിടെയാണ് ശരിക്കും ലൊക്കേഷൻ? ലൊക്കേഷന്റെ കാര്യം പറഞ്ഞാല് ആക്ച്വലി 2 കൊല്ലമാണ് ഞങ്ങൾ ലൊക്കേഷന് വേണ്ടി അറിയിച്ചത്. ആക്ച്വലി 3 പോയിട്ടുണ്ട്, അതിന്റെ ക്വാളിറ്റി അത് കാണുന്നുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ചെയ്യാവുന്നതാണോ, കായലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏരിയയിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. വലിയ കോസ്റ്റും വരില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ ഈ പടം ഈ സബ്ജക്ട് നമുക്ക് കൊല്ലുന്നതില്ല, ഒരു ഫീൽ ഗുഡ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫീലിങ്സും ഇമോഷനും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതില് ആ ഒരു ഞാൻ പറയുന്നില്ല, കാണാത്തവർക്ക് ഇതാക്കണ്ട. പക്ഷെ
ഞാൻ ചോദിക്കുന്നത് അതില് ഇപ്പൊ സാധാരണ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന രീതിയിലല്ല എടുത്തത്. കാര്യം ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ അതിലൊരു ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം കോസ്റ്റ്ലി ആണെന്ന് കണ്ടാൽ അറിയാം. കാര്യം സാധാരണ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഒരു രീതിയിലേ അല്ല അത് എടുത്തിട്ടുള്ളത്. അത് ആക്ച്വലി എന്താ സംഭവിച്ചു വെച്ചാൽ ഈ ലൊക്കേഷൻ കാണാൻ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ 2 കൊല്ലം വേണ്ടി വന്നു. 2 കൊല്ലം വേണ്ടി പറഞ്ഞാൽ 2 കൊല്ലത്തിന് വേണ്ടി ഓടുന്നല്ല, പല 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 ഘട്ടങ്ങളായിട്ട് നമ്മള് പോയിട്ടുണ്ട്. വാഗമൺ തന്നെ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. നമുക്ക് വിചാരിച്ചിരുന്ന ഒരു ലൊക്കേഷൻ കിട്ടിയില്ല. ചിലപ്പോൾ ഒരു ലൊക്കേഷൻ കിട്ടും, അതിന് ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ലൊക്കേഷൻസ് ഉണ്ടാവില്ല, കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഷൂട്ട് കോസ്റ്റ് ഭയങ്കര കോസ്റ്റ് വരും. മാത്രമല്ല നമുക്ക് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം പോകും. അതിനൊക്കെ ഭയങ്കര പ്രോബ്ലം. പിന്നെ ഞങ്ങൾ മൂന്നാർ പോയി, 2 തവണ മൂന്നാർ പോയി, ഒരു രക്ഷയില്ല. അതിന്റെ ഇടയിലൊക്കെ നമുക്ക് ഗ്യാപ്പുകൾ വരുന്നുണ്ടോ, അങ്ങനെയാണ് നമ്മൾ 3ാമത്തെ തവണ നമ്മൾ വാഗമൺ പോകുമ്പോൾ കുട്ടിക്കാനം എന്നുള്ള സ്ഥലത്ത് പോകും. അവിടെ പ്രൊഡക്ഷൻ കണ്ടുകൊണ്ടുണ്ട് നിക്സൺ സൂപ്പറാണ്. നമ്മുടെ ആശയം പറയുമ്പോൾ ആ അദ്ദേഹം പിക്ചറൈസ് ചെയ്തു എന്നുള്ള അതിനനുസരിച്ചുള്ള വീടും ഇതിന്റെ ഒരു കലാഹൃദയം എല്ലാത്തിനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഒരേ സമയത്ത് അത് കിട്ടാനുള്ളൊരു പ്രേരണ ഉണ്ടാകുന്ന കലാഹൃദയം ഉണ്ടാകും. പുള്ളി അത് ഓക്കെ ഇന്ന എന്നെ സംഭവം പറഞ്ഞു. പുള്ളി എന്നെ കാണിച്ചിട്ടുള്ള എല്ലാതും സൂപ്പറാണ്. തൊട്ടപ്പുറത്തെ കാര്യങ്ങൾ എല്ലാതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തത് അടിപൊളി. എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻ, കാര്യങ്ങളില്ല, പെർഫെക്റ്റ് ആയി. അപ്പോഴാണ് ലൊക്കേഷൻ ക്ലിയർ ആയത്. പക്ഷെ അതില് ആ ലൊക്കേഷനിൽ വേറെ പ്രശ്നമുണ്ട്. കാരണം മഞ്ഞുള്ള സ്ഥലമാണ്, ലൈറ്റിങ്ങിന്റെ ഒക്കെ ഒരുപാട് ഇഷ്യൂസ് അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തായിരുന്നോ? ഈ ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് മെജോറിറ്റി ഷൂട്ട് വന്നിട്ടുള്ള നൈറ്റാണ്. പകല് സീനുകൾ ഉണ്ടില്ല എന്നല്ല, ഭാഗ്യവശാൽ നമുക്ക് ക്ലൈമറ്റ് വന്നാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ടെൻഷൻ അടിച്ച് ലാസ്റ്റ് ദിവസത്തെ ഒരു സീനാണ്, ആ സീനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടില്ല എന്നല്ല. പക്ഷെ അത് ലൈറ്റ് പോകുന്നതിന് മുന്നേ നമ്മളൊരു 6 മണിക്കൊക്കെയാണ് ആ സീൻ തീർത്തത്. മേജർ സാറുള്ള ഒരു സീനൊക്കെ 6 മണി നേരാണ് തീർത്തത്. അപ്പൊ 6 മണി തീർക്കുമ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പയ്യൻ എന്ന് പറയുന്നത് തലേദിവസം 12 മണി വരെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും 12 മണി വർക്ക് ചെയ്യും. പിന്നെ പാക്കപ്പ് പറഞ്ഞിട്ട് റൂമിലെത്തിയാലും പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഡിസ്കഷൻസ് ഉണ്ടാവും. നാളത്തെ ഷൂട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം. ഉറങ്ങി പിറ്റേ ദിവസം 4:30 ഇരിക്കണം. 6 മണിക്ക് എല്ലാവരും സെറ്റിൽ ഹാജരാണ്. മണിക്ക് ഷൂട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം കാലത്ത് 6 മണിക്ക് അവിടെ തിരിച്ചെത്തണം. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് വളരെ കുറച്ച്. പക്ഷെ ഈ പയ്യൻ എന്ന് പറയുന്നത് അവൻ 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഉറക്കമൊഴിച്ച് നിന്നിട്ട് അവസാനത്തെ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ മാനേജർ പറഞ്ഞ് അവരോട് സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ട്. ആ സീനിലൊക്കെ അവൻ ഉറങ്ങിപ്പോവും. അപ്പൊ എന്ത് ചെയ്യുമ്പോ അവന്റെ കൈ പിടിച്ച് ഓടും റൗണ്ട്. അവന്റെ ഉറക്കത്തിൽ അപ്പൊ എനർജി വരും. ഇങ്ങനെയാണ് നമ്മൾ ആ സീൻ തീർത്തിട്ടുള്ളത്. കുറച്ച് ടെൻഷൻ ആയിരുന്നു, എങ്ങനെ ആ സീൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ. ഭയങ്കര ലൈറ്റിന്റെ പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുത്തിട്ട് നമുക്ക് ആ സീൻ എടുക്കാൻ പറ്റില്ല. ആ നാച്ചുറൽ ലൈറ്റ് തന്നെ നമ്മൾ ആ സീൻ ഫുൾഫിൽ ചെയ്യണം. ആക്ച്വലി ഒരു ഡയറക്ടർ എന്ന നിലയില് മനസ്സിൽ കണ്ട എല്ലാം ടെക്നീഷ്യൻസ് എത്തിച്ചു തന്നിരുന്നു. സ്ക്രിപ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ സാധനം ചെയ്തു, അത് ചെയ്തിട്ട് അത് കറക്റ്റ് ആയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്സ് ഉണ്ടാവും. ശരിയാ. പക്ഷെ നമ്മൾ അത്രയും പെയിൻ എടുത്തതിന്റെ ഒരു റിസൾട്ട് ജനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള പറയുമ്പോൾ, ആൾക്കാരെ കണ്ട് കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലതൊന്നും കൊടുക്കാൻ പറ്റി എന്നുള്ള. അതിനുപരി ഇതിനൊക്കെ ഉപരി എനിക്കുള്ളൊരു ഹാപ്പി ആയിട്ടുള്ള സംഭവം നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അതിനകത്തുണ്ട്. കാരണം അത് എന്താ പറയാ, അത് മറന്നു പോകുന്ന മനഃപൂർവ്വമല്ല, അത് പക്ഷെ മറന്നു പോകും. അത് ജീവിതകാലം തിരക്കും ഒക്കെ കാലം വിട്ടുപോകണമെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കണ്ടേ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഞാൻ എന്റെ പ്രീഡിഗ്രി പഠിക്കുമ്പോൾ കാർഗിൽ വാർന്നാണ്. അന്നാണ് ആക്ച്വലി നമ്മൾ ഈ പട്ടാളക്കാരുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ അറിയുന്നത്. കാരണം നമുക്ക് ഒരു വാറൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ജനിച്ചതിന് ശേഷം. അങ്ങനെ കാർഗിൽ വാറ് ആ സമയത്ത് നമ്മൾ ഭയങ്കര പട്ടാള സ്നേഹമായിരുന്നു, രാജ്യസ്നേഹമായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ പട്ടാള സ്നേഹം, പിന്നെ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളും ഇല്ല. അതും കഴിഞ്ഞ് പിന്നെ നമ്മള് പിന്നെ വരുന്നത് ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വന്നപ്പോഴാണ് പിന്നെ നമ്മൾ പട്ടാളക്കാരെ പറ്റി ആലോചിക്കുന്നത്. പക്ഷെ ഇവര് നമ്മളെ ആലോചിച്ചുകൊണ്ട് എന്നും ഈ മഞ്ഞുമലയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളില് അവരവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഡ്യൂട്ടിയാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ എപ്പോഴും പറയും പട്ടാളം ജോലി ചെയ്യുന്നു. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ജോബ്, ഇറ്റ്സ് എ സർവീസ്. സോഷ്യൽ സർവീസ് ആണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? അത് തന്നെയാണല്ലോ ഇതിന്റെ ഒരു ഈ ഫിലിമിന്റെ ഒരു മോട്ടീവോ തന്നെയാണല്ലോ.
അതുപോലെ നമുക്ക് ഈ മിലിറ്ററി ആ രീതിയിൽ എന്തെങ്കിലും അപ്രൂവൽസോ എന്തെങ്കിലും കിട്ടുന്നുണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഫിലിം എടുക്കാനായിട്ട്? ഷോർട്ട് ഫിലിം ആയാലും ഫിലിം ആയാലും നമുക്കറിയാം ഇതിനൊരു കമേഴ്ഷ്യൽ ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ കമേഴ്ഷ്യൽസ് നോക്കണം. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാവണമെങ്കിൽ എന്തായാലും ഡയറക്ടർ വേണം, പ്രൊഡ്യൂസർ വേണം, ആർട്ടിസ്റ്റുകൾ വേണം. അപ്പൊ അതില് ഇവിടെ ഇപ്പൊ ജൂഡിന്റെ ഡയറക്ടർ സന സാറാണ്, അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസറും താങ്കൾ തന്നെയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, താങ്കൾ പുതുമുഖാണ്, താങ്കൾ പുതിയ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നു. അപ്പൊ അത്രയും ഒരു സിനിമ താങ്കൾ തന്നെ റിസ്ക് എടുത്ത് എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തു? അതൊരു ക്വസ്റ്റ്യൻ. കാരണം സാധാരണഗതിയിൽ എല്ലാവരും ഇതൊരു പ്രൊഡ്യൂസറെ വെച്ചാണ് ഫസ്റ്റ് ഡെബ്യൂട്ടൊക്കെ ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നത്. ആരും സ്വന്തമായ പ്രൊഡ്യൂസറിനെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് താങ്കൾ ഇത്രയും റിസ്ക്? കാരണം ഇതൊരു സാധാരണ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം അല്ല, അതെനിക്കറിയാം, കാരണം ഇതിന്റെ ഭാഗമായിരുന്നുകൊണ്ട് എനിക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു റിസ്ക് എടുത്തു? അതിന് എന്താണ് താങ്കളെ പ്രേരിപ്പിച്ചത്? അല്ല, അത് തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രയത്നം ഉണ്ടായിരുന്നില്ല. തുടക്കത്തില് പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും പിന്നെ പറഞ്ഞ മാതിരി കമേഴ്ഷ്യൽ ബാക്ക് എല്ലാവരും ചിന്തിക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു സിനിമ പോലെയുള്ള ഒരു കമേഴ്ഷ്യൽ ബാക്കപ്പ് ഒന്നും കിട്ടില്ല, ഉറപ്പാണ്. നമുക്ക് റിലീസ് ഒന്നും ഇല്ലല്ലോ, ആ റിലീസ് ഡിജിറ്റൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലെന്തെങ്കിലും ഡെയിലായി അങ്ങനെയൊക്കെയുള്ളൂ. അപ്പൊ പലരും പിൻവാങ്ങി. അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് വന്നു. കഴിഞ്ഞിട്ട് ആ വന്നപ്പോ ഉണ്ടായ ഒരു ചെറിയൊരു തലവേദന 2016 ഞങ്ങളത് ആദ്യം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ലൊക്കേഷൻ ഒന്നുമില്ല, തീരുമാനിച്ചു. ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി പ്രൊഡ്യൂസ് വന്നു. ആ നേരത്തെ നോട്ട് നിരോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയം ഉണ്ടായി. അതിലാ പ്രൊഡ്യൂസ് വന്നു. അങ്ങനെ വീണ്ടും കുത്തിരുന്ന് 2018 ആകുമ്പോഴേക്കും ഒരു പ്രൊഡ്യൂസർ തപ്പിപ്പിടിച്ചു. എല്ലാം റെഡിയാക്കി വന്നപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രളയം. അപ്പൊ ശരിക്കും കോൺഫിഡൻസ് പോവാൻ ഇതിനപ്പുറം ഒന്നും വേണം ഒരാൾക്ക്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഈ സംഭവം ചെയ്തേ പറ്റുന്നുള്ള അവസ്ഥയാണ്. 2019 ശ്രമിച്ചു. 2019 പ്രളയം ഉണ്ടായി. ഒന്നും നോക്കാനില്ല, ഇനി ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതിനുപരി എനിക്ക് ചിന്ത വന്നത് ഇതിന്റെ ഇടയിൽ എനിക്ക് തോന്നി, എനിക്ക് ഈ ഫിലിം നമുക്ക് ഒരിക്കലും കംപ്രമൈസ് ചെയ്യണ്ടാവില്ല. പ്രൊഡ്യൂസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോംപ്രമൈസിങ് വരും. നമ്മള് അതിന് അടിമപ്പെട്ട് വരികയെന്ന് മാത്രമല്ല, നമ്മൾ നമ്മളെ സാറ്റിസ്ഫാക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. റിസ്ക് ഉണ്ടാവും, മാത്രമല്ല പ്രഷർ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ നോക്കിക്കോ അങ്ങനെ ചെയ്യാം. കാരണം നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനും നമ്മുടെ ടൈം കൊടുത്തിട്ടും ഒരാളും അതിന് ഭാഗവത്രാവണം. ആ ഏരിയ അതുകൂടി ഞാൻ എടുക്കാൻ തയ്യാറായി. എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയതാണ് ശരിക്കും പറയാനാണ്. അങ്ങനെയാണ് ഞാൻ സമാധാനപരമായിട്ട് ചെയ്തു. എന്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി എന്ന് മാത്രമേ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, യാതൊരു സംശയമില്ല. പക്ഷെ അന്ന് ഒഴിഞ്ഞ പ്രൊഡ്യൂസേഴ്സിനൊന്നും ഞാൻ എനിക്ക് ദുഃഖമോ കുറ്റബോധമോ അവരോടുള്ള ദേഷ്യമോ ഒന്നുമില്ല എനിക്ക്. കാരണം അവർക്ക് അവരുടേതായ രീതികളുണ്ട്, അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. പക്ഷെ അത് നന്നായി എന്ന് ഞാൻ വിജയമല്ല, അതിലുപരി എനിക്കിത് ചെയ്യാൻ പറ്റിയത് എന്റെ ഒരു സാഹചര്യം, എന്താ പറയാ, സാറ്റിസ്ഫാക്ഷനിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റി, എന്നും കോംപ്രമൈസ് ചെയ്യാതെ. കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മള് ചെയ്യുന്ന പ്രവൃത്തികളാണ്. അങ്ങനത്തെ പ്രവൃത്തി അറ്റ്ലീസ്റ്റ് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു മിലിറ്ററി എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഒരു ബെഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് ഞാൻ പറയും. ഓക്കെ, അത് നല്ലൊരു കാര്യം തന്നെ. ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി അത് 10 പേരെ കാണിക്കുക എന്നുള്ളൊരു, അതിന് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഡിജിറ്റലിൽ നിന്ന്. നല്ല സന്തോഷം. പലരും അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പല കോളുകൾ എനിക്ക് വരുന്നുണ്ട്, പുതിയ പ്രൊജക്ടുകൾ ഉണ്ട്. സിനിമയൊക്കെ ഞങ്ങൾ ചെയ്യാൻ പരിപാടി പ്ലാനിങ് ഉണ്ട്, പലതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഫൈനൽ ആയിട്ടില്ല. പക്ഷെ ഈ കൊറോണ ഒക്കെ അല്ലേ, അത് കഴിയല്ലേ, കഴിഞ്ഞാൽ ഒരു അനൗൺസ്മെന്റ് വരും. എന്നാലും അത് ഫൈനൽ ആവാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സിനിമയാണ്, അത് നടച്ചേ നടന്നു, ചെറിയൊരു സംഭവമല്ല, നടന്നാലേ നടന്നു പറയാൻ പറ്റുള്ളൂ. അത് ഇത് നടന്നു. അത് എന്താ പറയാ, ഒരു തീവ്രമായിട്ടുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു, നടന്നു. അതേമാതിരി ഇതും നടക്കും.
നമ്മള് ഇത് പറഞ്ഞ ഒരു വീണ്ടും ആദ്യം പുതിയ ഹോൾഡ് ചെയ്ത് അതിന് ചേസ് 97 തുടങ്ങിയ ആഗ്രഹമാണ് 2020 പ്രാവർത്തികമാവുന്നത്. പക്ഷെ അത് ഇനി നടക്കാൻ അധികം ദൂരമില്ല, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഫൈൻഡ് ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഈ കുറെ പേര് പൈസ ഉണ്ടാക്കാനൊക്കെ നടന്നു, പൈസ ഉണ്ടാക്കാനൊക്കെ നടന്നിട്ട് ആദ്യത്തെ 1 കോടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതുപോലെ ആദ്യത്തെ സാധനം നമ്മൾ പറഞ്ഞു ഇനി അതിന്റെ മുകളിൽ മാത്രമേ അപ്പൊ അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്റ്റ് ആവും, നടക്കുന്നതായിരിക്കും. വീട്ടിലൊരു പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കാൻ കാണാൻ പറ്റും. പിന്നെ കുടുംബം എങ്ങനെയാണ് സപ്പോർട്ടീവ് ആയിരുന്നോ? ഫാമിലി എങ്ങനെയാണ്? ഫാമിലി എല്ലാവരും ഷൂട്ടിലുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ കൂടെ പോകുമ്പോ മറ്റേ ഇതിന്റെ ഏത് ലൊക്കേഷനിൽ പോകുമ്പോൾ എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടാവും. പുള്ളിക്കാരൻ എപ്പോഴും അവർ തന്നെ വൈഫുണ്ടോ ഈ ഷൂട്ടിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇതിന്റെ ഫിനാൻസ് കൺട്രോൾ ചെയ്ത് തരുന്നത് എന്റെ വൈഫാണ്. ഫിനാൻസ് കൺട്രോളർ എന്റെ വൈഫാണ്. പിന്നെ എന്റെ മാനേജർ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്റെ മോനാണ്. ബാഗ് അവരുടെ കയ്യിലുണ്ടാവും. അച്ഛനെന്താ വേണ്ടത് പിന്നെ എല്ലാവരും സുഹൃത്തുക്കളാണ്. അവരിതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? വേഷം കിട്ടുന്നുണ്ടോ? ഇല്ല. ഷെക്കി മറ്റേ എന്താ പറയാ ഷിജു എം ഭാസ്കർ ക്യാമറമാൻ, അവരും എന്റെ ഫ്രണ്ട്സാണ്. സുരേഷ്, അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് എന്റെ കൊളീഗാണ്. ഷിജിന്റെ ഓരോ ഫ്രെയിമുകളും ഓരോ വർക്കുകളും കണ്ട് എത്രയോ വർക്കുകൾ ഷിജിന് വരുന്നു. പിന്നെ വേണ്ടിയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ തല്ലുകൊടും, അടികൊടുക്കും. അതൊക്കെ കറക്റ്റാ. അതൊക്കെ ഭയങ്കര അതൊക്കെ തല്ലൂട്ടൊക്കെ വരുന്നത് ഈ ബേസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഡിസ്കഷനാണ്. കാര്യം മനസ്സിലായി. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ വാശി പിടിക്കും, അത് വേണം. അപ്പോ അതിന് റിസ്ക് ഒന്നും ഞാൻ ഇഷ്ടമില്ല. പുള്ളിക്ക് വിട്ടുകൊടുത്തു, പുള്ളി അത് കറക്റ്റായിട്ട് എടുത്ത് തരും. അത്രയും പെർഫെക്റ്റ് ആണ് ഷിജു. ഷിജുവിനെ ചൂസ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ്. നിങ്ങൾ നമ്മളൊരു വേറെ ക്യാമറമാനെ വെച്ച് എനിക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 3 ദിവസങ്ങളിൽ ഷൂട്ട് കഴിഞ്ഞത്. അതിലെ ലൊക്കേഷൻസില് എല്ലാം ഭയങ്കര ഡെഡിക്കേഷനാണ്. ഒരു വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്, വേറെ ഒന്നും ചിന്തിക്കില്ല, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ആസ് എ പ്രൊഡ്യൂസർ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കഴിയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണല്ലോ. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇതിൽ ഞാൻ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഞാൻ ഡയറക്ടർ ഒന്നുമല്ല. ഇതൊരു ഗ്രൂപ്പ് വർക്ക് സിനർജിയാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ടീം കെമിസ്ട്രിയാണ്, അല്ലാതെ ഒരിക്കലും ഇല്ല. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഇത് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അടക്കം ഞങ്ങളുടെ സൈറ്റിലെ അവർക്ക് കൂടി ഇതിൽ പങ്കാണ്. ഫിലിം വിജയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും, കാരണം ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിലേ വന്നാൽ ഇതെല്ലാം ഒരു യൂണിറ്റിൽ എല്ലാവരും എന്താ പറയാ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിന്റെ വിജയം അവർക്ക് ആഘോഷിക്കാറുള്ളത്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു അല്ല ഒന്നുമല്ല. അതിന് അവകാശപ്പെടുന്നില്ല, ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. ഒരിക്കലും ഇതിന്റെ വിജയം എല്ലാവരുടെയും, എല്ലാവരും ഒരുപോലെ ഒത്തൊരുമയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ റിസൾട്ട്. അല്ലാതെ ഒരിക്കലും സനോജ് വാസുദേവൻ വ്യക്തി ചെയ്തുകൊണ്ടല്ല. അപ്പൊ ഇനിയുള്ള ഫ്യൂച്ചർ പ്രൊജക്ട്സിലെല്ലാം ഇവരൊക്കെ എപ്പോൾ സനോജിന്റെ കൂടെ കാണും. ആദ്യം ചൂസ് ചെയ്യാറ് മാത്രമല്ല പ്രൊജക്ട് വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നീങ്ങും. നമുക്ക് ദിവസം 21 നമുക്ക് പ്രതീക്ഷിക്കാം. നടക്കുമ്പോഴേ നടന്നു പറയാൻ പറ്റും. എങ്കിലും ഞങ്ങളത് ഫൈനൽ രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഈ കൊറോണ കഴിഞ്ഞാൽ നമ്മളതിന്റെ ഇത് നടന്ന വഴി അത് പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാ ഫ്യൂച്ചർ പ്രൊജക്ട്സിനും നല്ല ആശംസകൾ നേരുന്നു. അങ്ങനെ നാക്ക് പൊന്നാവട്ടെ. താങ്ക് യു.